മമ്മൂട്ടിയുമായുണ്ടായ പിണക്കത്തെക്കുറിച്ച് മനസ്സ് തുറന്ന് ശ്രീനിവാസൻ. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കുറിച്ച് പലപ്പോഴും ശ്രീനിവാസൻ തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ അതിലൊന്നും അവർക്ക് യാതൊരു നീരസവും തോന്നാറില്ലെന്നാണ് ശ്രീനിവാസൻ പറയുന്നത്. സിനിമാടെക് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ശ്രീനിവാസൻ മനസ്സ് തുറന്നത്. മോഹൻലാലിന് നീരസം അശേഷമില്ല എന്നാണ് ശ്രീനിവാസൻ പറയുന്നത്. അതേസമയം മമ്മൂട്ടിയായി പലപ്പോഴും ഏറ്റുമുട്ടുമെന്നാണ് ശ്രീനിവാസൻ പറയുന്നത്. പിന്നാലെ കഥ പറയുമ്പോൾ എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്തുണ്ടായ പ്രശ്നത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. കഥ പറയുമ്പോൾ എന്ന സിനിമയുടെ സമയത്ത് ഞങ്ങൾ ഭയങ്കരമായി ഏറ്റുമുട്ടി. ഞാനും മുകേഷും കൂടെ നിർമ്മിച്ച സിനിമയായിരുന്നു അത്. കഥ നേരത്തെ മമ്മൂട്ടിയോട് പറഞ്ഞത്. പിന്നീട് അഡ്വാൻസ് നൽകാൻ ഞാനും മുകേഷും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. നിങ്ങളുടെ കയ്യിൽ നിന്നും ഞാൻ അഡ്വാൻസ് വാങ്ങാനോ? അത് വേണ്ട, ആ കാശ് വേറെ ആർക്കെങ്കിലും കൊടുത്തോളൂ എന്ന് മമ്മൂട്ടി പറഞ്ഞുവെന്നാണ് ശ്രീനിവാസൻ പറയുന്നത്. നിങ്ങൾ പൈസ വാങ്ങിയിട്ടല്ലേ അഭിനയിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അത് ഞാൻ വാങ്ങേണ്ടവരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കോളാം, നിങ്ങൾ എനിക്ക് തരണ്ട. നിങ്ങളുടെ കയ്യിൽ നിന്നും ഞാൻ വാങ്ങില്ല എന്ന് മമ്മൂട്ടി പറഞ്ഞു. എന്നാൽ ഓവർസീസ് റൈറ്റ്സ് എഴുതട്ടെ എന്ന് ചോദിച്ചു. അത് നിങ്ങൾക്ക് ഞാൻ കുൽഷന് നല്ല വിലക്ക് വിറ്റ് തരാം, പക്ഷെ നിങ്ങളുടെ ഒരു പൈസയും എനിക്ക് വേണ്ട. അങ്ങനെ മമ്മൂട്ടി ഒരു പൈസയും വാങ്ങിയില്ലെന്ന് ശ്രീനിവാസൻ പറയുന്നു. പിന്നീട് തൊടുപുഴയിൽ ഷൂട്ടിംഗ് നടക്കുകയാണ്. മേക്കപ്പ് മാൻ ജോർജിനെ വിളിച്ചപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും തീരുമാനിച്ചില്ല എന്നാണല്ലോ സാർ പറഞ്ഞത് എന്ന് ചോദിച്ചു. മറ്റു കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ഷൂട്ടിംഗ് തുടങ്ങിപ്പോയി. പുള്ളിയുടെ 7 ദിവസം വേണം. ഞാൻ മുകേഷിനെ വിളിച്ചു. ഒന്ന് നേരിട്ട് പോയി ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ മുകേഷ് പോയി. നിങ്ങൾ 7 അല്ലല്ലോ 3 ദിവസം മതിയെന്നാണല്ലോ പറഞ്ഞതെന്ന് മമ്മൂട്ടി ചോദിച്ചു. കള്ളം പറയുകയാണ്, ഉഡായിപ്പാണെന്ന് അതോടെ മനസ്സിലായെന്ന് ശ്രീനിവാസൻ പറയുന്നുണ്ട്. 7 ദിവസം തന്നെയാണെന്ന് മുകേഷ് പറഞ്ഞു. 7 ദിവസമാണെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മാറുമെന്ന് പറഞ്ഞു. മൊത്തം തട്ടിപ്പാണെന്ന് മനസ്സിലായി. ഞാൻ ഇക്കാര്യം ഇന്നസെന്റിനോട് പറഞ്ഞു. അവനോട് പോകാൻ പറ, മോഹൻലാലിനെ വിളിക്കൂ എന്ന് ഇന്നസെന്റ് പറഞ്ഞു. എൻ്റെ കുഴപ്പം അതല്ല. അങ്ങനെ ഒരു അഹങ്കാരിയായി മമ്മൂട്ടി തന്നെ വേണം, എന്നാലേ ആളുകൾക്ക് ഫീൽ ചെയ്യൂ. ജാടയും അഹങ്കാരവും ഒക്കെയുള്ള ആള് തന്നെയായിരിക്കണം, എന്നാലേ വിശ്വസിക്കൂ, ശ്രീനിവാസൻ പറയുന്നു. ഷൂട്ട് നിർത്തിവെക്കാൻ തീരുമാനിച്ചു. തുടർന്ന് താൻ മമ്മൂട്ടിയെ വിളിച്ചു. നിങ്ങൾ ഇതുവരെ നമുക്കൊക്കെ പല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ പടത്തിലേക്ക് അഭിനയിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുകയോ അതിനായി ഇങ്ങോട്ട് വരികയോ വേണ്ട എന്ന് മമ്മൂട്ടിയോട് പറഞ്ഞു. ഈ പടത്തിന്റെ ഷൂട്ട് നടക്കുമ്പോൾ ആ ജില്ലയിൽ നിങ്ങൾ ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് താൻ ഫോൺ വിളിച്ചു. മമ്മൂട്ടി തിരികെ വിളിച്ചതിന് കണക്കില്ല. നാട്ടിൽ പാട്ടായാൽ ഇമേജിനെ ബാധിക്കുമോ എന്ന് കരുതിയാണ് വിളിക്കുന്നതെന്നും ശ്രീനിവാസൻ പറയുന്നത്. ഒടുവിൽ മമ്മൂട്ടി മുകേഷിനെ വിളിച്ച് തനിക്ക് പൈസ വേണ്ട, എത്ര ദിവസം വേണമെങ്കിലും വന്ന് അഭിനയിക്കാമെന്ന് പറഞ്ഞുവെന്നാണ് ശ്രീനിവാസൻ പറയുന്നത്.